ഹായ് ഫ്രണ്ട്സ്, അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങളായി ചെടിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് സെയിലിനായിട്ടുള്ളത്. DTDC കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത്. കേരളത്തിലേക്കാണെങ്കിൽ 60 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ചെടിയാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിങ്കോണിയം ചെടിക്ക് 10 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 20 രൂപയാണ് വില വരുന്നത്. ഇത് നമുക്ക് ചട്ടിയിൽ നിറയെ ബുഷിയായിട്ട് വരുന്നൊരു ടൈപ്പിലുള്ള ചെടിയാണ്. 20 രൂപയാണ് വില വരുന്നത്. ഇതൊരു കലാത്തിയ ചെടിയാണ്. ഇതിന് 30 രൂപ മാത്രമാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 30 രൂപയാണ് വില വരുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ നട്ടുവെക്കാവുന്ന ചെടിയാണ്. ഈ ഒരു ചെടിക്ക് 30 രൂപയാണ് വില വരുന്നത്. ലക്കി ബാമ്പുവിൻ്റെ ചെടിയാണ്. ഇതും നമുക്ക് ഇൻഡോറായിട്ട് വെക്കാവുന്ന ചെടിയാണ്. യൂഫോർബിയയുടെ ഈ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് ഫിലോഡെൻഡ്രോണിൻ്റെ. 40 രൂപയാണ് വില വരുന്നത്. പെപ്രോമയുടെ ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് വില വരുന്നത്. എല്ലാം നല്ല വേരോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരിക്കും അയച്ചു തരുന്നത്. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ്. ഒക്കെ ചട്ടീൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. ഈ ഒരു സിങ്കോണിയത്തിന് 70 രൂപയാണ് വില വരുന്നത്. നല്ല വെള്ള നിറത്തിലുള്ള ഇലയാണ് ഇതിന് വരുന്നത്. ഈ ഒരു സിങ്കോണിയത്തിന് 50 രൂപയാണ് വില വരുന്നത്. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല വേരോട് കൂടിയ ചെടിയാണ്. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. ഇതൊരു അഗ്ലോണിമ ടൈപ്പിലുള്ള ചെടിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല. 50 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പമുള്ള ചെടിയാണിത്. ഈ ഒരു സിങ്കോണിയത്തിന് 50 രൂപയാണ് വില വരുന്നത്. മിൽക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് 20 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 20 രൂപയാണ്. ഇത് നമുക്ക് ഹാങ്ങായിട്ടും നട്ടുവെക്കാവുന്നതാണ്. ഈ ഒരു സിങ്കോണിയത്തിന് 30 രൂപയാണ് വില വരുന്നത്. ഈ ഒരു മണി പ്ലാന്റിന് 10 രൂപ മാത്രമാണ് വില വരുന്നത്. അരേലിയുടെ ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ്. അഗ്ലോണിമ ടൈപ്പിലുള്ളതാണ്. 50 രൂപയാണ് വില വരുന്നത്. ഇതിന് 20 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 30 രൂപയാണ് വില വരുന്നത്. ഇതിൽ നിന്ന് ഇതുപോലെ വന്നിട്ട് അതിലൊക്കെ നിറയെ തൈകൾ വരുന്നതായിരിക്കും. ഈ ഒരു കലാത്തിയ ചെടിക്ക് 80 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ ഓരോ ഷൂട്ടിനായിരിക്കും 80 രൂപ വില വരുന്നത്, മൊത്തത്തിലല്ല.
ഈ ഒരു ചെടിക്ക് 50 രൂപയാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ചെടിയാണ്. 50 രൂപ മാത്രമാണ് വില വരുന്നത്. നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ്. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 120 രൂപയാണ് വില വരുന്നത്. റെഡ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിക്ക് 100 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് 50 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 70 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ്. ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ചെടിയാണ്. ഇതൊക്കെ നല്ല വലിപ്പമുള്ള ചെടിയായത് കൊണ്ടാണ് 70 രൂപ വരുന്നത്. ഇതിൻ്റെ തണ്ടൊക്കെ വെള്ള നിറത്തിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിക്ക് 30 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സിങ്കോണിയത്തിന് 70 രൂപയാണ് വില വരുന്നത്. അലോക്കേഷ്യയുടെ ഈ ഒരു ചെടിക്ക് 80 രൂപയാണ് വില വരുന്നത്. നല്ല വെൽവെറ്റ് ടൈപ്പിലുള്ള ഇലയാണ് ഇതിൻ്റെത്. കുറച്ച് തൈകൾ മാത്രമാണ് കയ്യിലുള്ളത്. ഈ ഒരു സിങ്കോണിയത്തിന് 20 രൂപയാണ് വില വരുന്നത്. ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു ചെടിക്ക് 40 രൂപ മാത്രമാണ് വില വരുന്നത്. നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ്. ഈ ഒരു സിങ്കോണിയത്തിന് 30 രൂപയാണ് വില വരുന്നത്. ഈ ഒരു കലേഡിയത്തിന് 40 രൂപയാണ് വില വരുന്നത്. ഈ ഒരു ചെടിക്ക് 50 രൂപയാണ് വില വരുന്നത്. അലോക്കേഷ്യയുടെ ഈ ഒരു ചെടിക്ക് 70 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് 20 രൂപയാണ്. ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് വില വരുന്നത്. ഈ ഒരു കലേഡിയം ചെടിക്ക് 60 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു കലേഡിയം ചെടിയാണിത്. 60 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത്. ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വീഡിയോയുടെ ആദ്യത്തിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ്. TTDC കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ